എനിക്ക് മടുത്തുമ്മ ഈ ഏർപ്പാട്. ഉമ്മാക്ക് അതിന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് മനസ്സിലാവൂലെന്നാ പറയണത്? എന്റെ ഉമ്മ, ഞാനിതിപ്പോ എത്ര പെണ്ണ് കാണാൻ പോയി, എന്നിട്ടും എന്റെ മനസ്സിലിണങ്ങിയ ഒരു പെണ്ണിനെ കിട്ടിയോ? നമ്മളാണ് സ്വർണ്ണോ പണോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ആകെയുള്ളൊരു ഡിമാൻഡ് ഭംഗിയുള്ളൊരു പെണ്ണിനെ കിട്ടാണ്. ഈ ബ്രോക്കർമാരെ കേൾപ്പിച്ചാലുള്ള അവസ്ഥ ഇതാണ്. എടാ, ഇതൊക്കെ സർവ്വസാധാരണമാണ്. നിനക്ക് വിരിച്ച പെണ്ണ് ഏതാണെന്ന് പടച്ചോൻ എവിടെയോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ഉപ്പ, ഇതാണ് ഇങ്ങക്കാർക്കൊന്നും മനസ്സിലാവാത്തത്. നമ്മളൊരു വീട്ടിൽ കയറി കുട്ടിയെ കണ്ട് ആ കുട്ടിയെ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എത്ര വിഷമമുണ്ടെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. ഇനി കുട്ടീനെ ആദ്യം കാണാതെ പെണ്ണ് കാണാൻ ചടങ്ങിന് പോകുന്ന പ്രശ്നമില്ല. ആ ബ്രോക്കർ ഉസ്മാനാ വരണ. വരുന്നിട്ട് അടുത്ത മരണത്തിന് കൊണ്ട് എന്റെ ഉമ്മ. അലൈക്കും സലാം. ഇരിക്കടാ ഉസ്മാനെ. എടാ, ഈ കൊണ്ടുവരുന്ന കുട്ടികളൊന്നും ഓനക്ക് തൃപ്തിയാകുന്നില്ല. ഓ പറയണത് കുട്ടീനൊന്ന് കണ്ടിട്ട് പെണ്ണും കാണൽ ചടങ്ങിന് പോയാ മതി. അത് മതി. അതൊക്കെയല്ലേ ഇത്. നോക്കി സുന്ദരായ നോക്കിന്ന് ഇത് എങ്ങോട്ട് നോക്കി. പിന്നെ ദീനീബോധമുള്ള ഒരു കുടുംബമാ. മോനെ ഫൈസു, ഒന്നിങ്ങോട്ട് വാ. എന്നാ നോക്ക്. അല്ല, ഒരസർ കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറഞ്ഞത്? കാണുന്നില്ലല്ലോ. ആ വന്നോളും. പിന്നെ ഓർക്ക് കൊടുക്കാണ് ചായം കടിയൊക്കെ എടുത്തില്ലേ? അല്ല, ഇങ്ങക്ക് ഇത് എന്ത് പറ്റി? ഒന്നുമില്ലടി, ആകെ ഒരു അങ്കലാപ്പ്. അനക്കറിയില്ലേ, ഇത് ഓൾ 6ാമത്തെ പെണ്ണുകാണല്ല. കഴിഞ്ഞ 5 മുടങ്ങി, ഇതും കൂടെ മുടങ്ങിയ ഞമ്മളെ മോക്കത് താങ്ങാൻ പറ്റുമോ? നിങ്ങള് വേണ്ടാത്ത ഒന്നും ആലോചിച്ച് ബേജാറാകല്ലേ. ഇത് നടക്കും. നിങ്ങള് നോക്കിക്കോ. ആ ഓരാൻ തോന്നുന്നു വരുന്നുണ്ട്. വലൈക്കും അസ്സലാം. കേറിയിരിക്കി, അങ്ങോട്ട് കേറിയിരിക്കും. ഇരുന്നോളി. എന്താ റോഡിലെ തിരക്കും കൂട്ടൊക്കെ? അതാ ഇവിടെ എത്താൻ കുറച്ച് നേരം വൈകിയത്. ഓ അത് ശരി. ഇതാ എൻ്റെ മോന് ഫൈസൽ. എനിക്ക് 4 മക്കളാ, 3 പെണ്ണും ഒരാണും. മോന് ഗൾഫിൽ സൂപ്പർ മാർക്കറ്റിലാ പണി. മൂത്ത 2 പെൺകുട്ടിയും കെട്ടിച്ച്. ഇളയ മോളെ ആയിഷ. എന്നാ നേരം കളയണ്ട, ഓളെ ഇങ്ങോട്ട് വിളിച്ചോളി. മോളെ ആയിഷ. ഇതാ എടുക്ക് മോനെ. ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. എന്നാ ബാക്കിയുള്ള കാര്യമൊക്കെ ഏതായാലും പോയിട്ട് അറിയിക്കാം. ഓ ആയിക്കോട്ടെ. ദേ അതന്നെ. വലൈക്കും അസ്സലാം. ശരി. ആ മോനെ. ഞാനുണ്ടെന്നേ, പോവല്ലേ? പടച്ചോനെ. അല്ലാഹുവേ, ഇതിലെന്തെങ്കിലും ഒരു ഹയറുണ്ടെങ്കിൽ നീ ഇതൊന്ന് നടത്തി തരണം.
എന്തേ മോനെ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഫോട്ടോയിൽ കണ്ടത്ര ഗ്ലാമറൊന്നും ഇല്ലമ്മ നേരിട്ട് കാണുമ്പോൾ. അതൊക്കെ ഈ പറയുന്ന ഫോണിന്റെ ട്രിക്സാ. ആരെയും ഗ്ലാമറായി ഫോട്ടോ എടുക്കുക. എനിക്ക് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അങ്ങനെ തന്നെ ആണല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിലും വേറെ ഇന്നലെ കണ്ട യൂസുഫായുടെ മകൾ തന്നെ. എനിക്ക് ഓള് മതി. ഈ എന്താ പറയണത്? കാദർബായിൻ്റെ കുടുംബം തന്നെ നല്ല ദീനുള്ള കുടുംബമാണ്. അവരുടെ സംസാരത്തിൽ അത് പ്രകട. മൊഞ്ചൽപ്പം കുറഞ്ഞു വെച്ചിട്ട് നിനക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം തരാൻ ഒരു ദീനുള്ള പെണ്ണിനെ കഴിയൂ? മൊഞ്ചിലല്ല, സ്വഭാവത്തിലാണ് ആ കാര്യം. ഇനിയൊന്നും പറയണ്ട, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടോ ഇത് പറഞ്ഞു. ഇല്ല വാപ്പ, എനിക്ക് മനസ്സിന് തീരെ ഇണങ്ങിയിട്ടില്ല. എനിക്കല്ല പെണ്ണ്, അല്ലാതെ വാപ്പക്കല്ലല്ലോ. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണ് സമ്മതം മൂളിയത്? പിന്നെ ദീനും മറ്റുള്ളതും അതൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തോളാം. എനിക്ക് യൂസുഫായുടെ മകൾ സജന മതി. മോനെ, അല്ല, ഈ പെണ്ണുങ്ങളെ കുറ്റം പറയാന്നല്ലാതെ എൻ്റെ മുഖത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് നീ നോക്കിക്കണോ? ആ മുടിയൊന്ന് വെട്ടി മനുഷ്യക്കൊലത്തിൽ നടക്കാൻ വേണ്ടി ഇയാ കേട്ടോ? ഞാൻ എങ്ങനെയാ കേൾക്കുക? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഉമ്മ ഉണ്ടല്ലോ കൂടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാനിപ്പോൾ മുടി നീട്ടിയങ്ങളെ പ്രശ്നം എൻ്റെ ഉപ്പ. പണ്ട് നമ്മുടെ പ്രവാചകന്മാർ വരെ വലിയ നീളത്തിൽ മുടി നീട്ടിയെന്നാ പറഞ്ഞു കേട്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെറുതെ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാ. അല്ല, നമ്മൾ ഖുർആനിലെ ഹദീസിലോ പറഞ്ഞോ മുടി നീട്ടുന്നത് തെറ്റാന്ന്? എൻ്റെ നിന്നോട് മത്സരിക്കാൻ ഞാനില്ല. എനിക്ക് കാദർബായിനെ പണ്ടേ അറിയാം. നല്ല ദീനുള്ള കുടുംബമാണത്. ഞാൻ കരുതി നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി ഞാൻ എന്ത് പറയും അവരോട്? പാപം കാദർബായി, വയസ്സുമായി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ശരീരം തളർന്ന ആ മനസ്സിലേക്ക് ഇതുപോലുള്ളൊരു മറുപടി താങ്ങാനാവോ? നീ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ വിളിച്ചു പറഞ്ഞാളാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഞാനിനി ഏതായാലും നിന്റെ കാര്യത്തിന് ഇടപെടുന്നില്ല. അല്ല പിന്നെ ആ അല്ല ഉസ്മാനെ, ഇപ്പൊ ഇന്റർനെറ്റ് വഴിയല്ലേ കല്യാണമൊക്കെ നടക്കുന്നത്. അണക്ക് വല്ല കോളും ഒക്കെ ഉണ്ടോ? ആര് പറഞ്ഞ്? നല്ല ബന്ധം ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഉസ്മാനെ വിളിക്കും. പിന്നെ അത് നല്ല ഗംഭീരായി നടത്തി കൊടുക്കുകയും ചെയ്യും. ആ ഫോണ് ഫൈസലാ. ഹലോ, ആ ഫൈസലേ, അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. ഉസ്മാൻ കാ, ആ എനിക്ക് നമ്മൾ ഇന്നലെ കണ്ട കുട്ടിയെ ഇഷ്ടമായിട്ടില്ല. നമുക്ക് ആ യൂസുഫായുടെ മകള് ഇവന്റെ ഒരു ബ്രോക്കർ പണി എന്തേലാവട്ടെ. ഈ എന്ത് വർത്താനാ പറയുന്നത്? ഓരോട് ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട്. ആര്? ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഇഷ്ടമാണ്. ഉപ്പല്ല പറഞ്ഞ്. എന്നിട്ടിപ്പോ ഞാൻ പടച്ചോനെ, ഞാൻ ഓരോട് എന്താ പറയാ? എന്ത് പറഞ്ഞാ ഒഴിവാക്കുക? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എന്താ ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമ്മക്കൊല്ലോട് ഒരു 50 പവൻ ചോദിക്കാം. കാദർബായിക്ക് അത്രയൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ സ്വയം അയാൾ തന്നെ അങ്ങോട്ട് പിന്മാറിക്കോളും. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും അറിയാം. എന്താ ചെയ്തോളി. ആ ഉപ്പാക്കൊരു ഫോണ്. ആരാ മോളെ? ഉസ്മാൻ ഖാൻ തോന്നുന്നു. ആ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാ. പറയ് ഉസ്മാനെ. കാദർക്ക, നമുക്കിപ്പം വന്ന കേസുണ്ടല്ലോ, അത് നടക്കാൻ സാധ്യല്ല കേട്ടോ. വേറൊന്നല്ല, ഓലിപ്പോ 50 പവനൊക്കെ ചോദിക്കുന്നത്, നമ്മളത് എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ കാദർക്ക? അതുകൊണ്ട് നമുക്കത് ഒഴിവായിക്കാളാം. അതാ നല്ലത്. അതിലും നല്ല ബന്ധം നമുക്കുണ്ടാവുന്നത്. പിന്നെ ഉസ്മാനിലിവിടെ. അല്ല ഉസ്മാനെ, ഇതും കൂടെ മുടങ്ങിയ ഞാൻ എൻ്റെ മോളെ മുഖത്ത് എങ്ങനെയാ നോക്കുക? എന്ത് വന്നാലും വേണ്ടിയില്ല. ചെക്കൻ എൻ്റെ മോളെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് 50 പവനല്ലേ, അത് ഞാൻ എവിടുന്നെങ്കിലും ഉണ്ടായി കൊടുത്തോളാം. അല്ല, ഇത് നല്ലോണം ആലോചിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത്? ഇത്രമാത്രം പണം നിങ്ങൾ എവിടെ നിന്നുണ്ടാക്കാനാ? എല്ലാം നടക്കും. അള്ളാഹു വലിയവനാ. അവൻ ഒരു വഴി കാണിച്ചു തരും. പടച്ചോനെ, അപ്പോൾ നമ്മുടെ പദ്ധതി എല്ലാം പൊളിഞ്ഞില്ലേ ഉസ്മാൻ കാ? ഓ ഫൈസലേ, ഈ എന്തായാലും ഇതൊന്നും പിന്തിരിയണ്ട. ഈ ബന്ധത്തിനൊരു നന്മണ്ട്. വെറുതെ എൻ്റെ പാപ്പാൻ്റെ വെറുപ്പ് സമ്പാദിക്കും വേണ്ട. അത്ര മുഞ്ചില്ലാത്ത പെണ്ണൊന്നല്ലല്ലോ ആയിഷ. ഈ പറഞ്ഞ യൂസഫാജിന്റെ മോൾക്ക് കാണാൻ മുഞ്ച് മാത്രമേ ഉള്ളൂ. ദീനേന്ന് പറഞ്ഞ സാധനേ ഇല്ല. പിന്നെ പോരാത്തതിന് ശ്രീധനവും കിട്ടൂല. ഇതാണ് 50 പവനും കിട്ടും, ദീനുള്ള ഒരു പെണ്ണിനും കിട്ടും. എന്തേ? ശരി, പക്ഷെ 50 പവന്റെ കാര്യം വേറെ ആരും അറിയണ്ട. അത് ഞാനേ പടച്ചോനെ,
മാഷാ അല്ലാ, എന്റെ പ്രാർത്ഥന പഠിച്ചവൻ കേട്ടു. മോളെ മോളെ ആയിഷ, എന്തുപ്പാ? ഓർക്കെല്ലാവർക്കും ഈ കല്യാണത്തിന് സമ്മതാണ്. പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? ഒന്ന് പോവുമ്മ. ഈയോളെ വെറുതെ. അല്ലാന്ന് ഉം. ഈ 50 പവന്നൊക്കെ പറയുമ്പോ നിങ്ങള് തേടുന്നെടുത്ത് കൊടുക്കൂ. അതിനൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഈ ആലോചനയും കൂടെ മടങ്ങിയ എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയില്ല. എനിക്കാണ് പ്രായമായി, ഹൃദ്രോഗമുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. തൽക്കാലം ഈ അത്രയും മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ മാർച്ച് 18 നമ്മുടെ സ്വന്തം ഫൈസലിന് മൂക്കുകരടാൻ ഒരാൾ വരുന്നു. എല്ലാം ബാപ്പാന്റെ തീരുമാനങ്ങളാ. എല്ലാത്തിനും ഞാൻ നിന്നു കൊടുക്കുന്നതേ ഉള്ളൂ. ഈ വയസ്സുകാലത്ത് അവരെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ. പെണ്ണ് കാണാൻ പോയപ്പോ നീ ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ. അങ്ങനെ ഒരു ചായ കുടിയും മുട്ടി. നിങ്ങൾക്കറിയില്ലേ, ഈ പെണ്ണ് കാണാൻ ഏർപ്പാടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലെന്ന്. ഇപ്പൊ ഏതായാലും ഒരു തീരുമാനമായല്ലോ. അല്ലടാ, നീ ആ യൂസുഫ് ഭായിയുടെ മകൾ സജനയെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പാടച്ചോൻ വിധിച്ചതേ നടക്കുള്ളടാ. ഇനിയിപ്പോ ഏതായാലും അധികം ദിവസമില്ലല്ലോ. കല്യാണ വിളി മറ്റു കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലേ. അതൊക്കെ ഉമ്മയും എപ്പോഴോ തുടങ്ങി. കൊച്ചു കള്ളൻ അവന്റെ മുഖത്തുള്ള സന്തോഷം കണ്ടില്ല. പോടാ. ആ ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ വരുമ്പോ എന്നെ റോഡ് വന്ന് കാണാം. ആയിക്കോട്ടെ. ഉസ്മാനെ, ഏടേക്കാടെ വാണം വിട്ടമാര് ഇങ്ങനെ പോണേ? ഒരു സുലൈമാൻ അടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. സുലൈമാനി ആ ഇന്നത്തെ ദിവസം ഈ നാട്ടിലൊന്നും അല്ലടോ. ഇന്ന് ഹർത്താലല്ലേ? അനക്ക് ഏത് കിട്ടാനാ സുലൈമാൻ? 18. അതല്ല, അനക്ക് എന്താന്ന് സുലൈമാനിക്ക് ഒരു പൂതി? നിങ്ങൾ അറിയൂല, നമ്മളെ പൈസന്റെ കല്യാണം അല്ലായിരുന്നു. അവിടെ ചെന്നപ്പോ നല്ല കപ്സയും മറ്റോ മർച്ചോ ഒക്കെ വെട്ടി വാങ്ങിട്ട് ഒരു പരുവത്തിലായി. അതും വിചാരിച്ച് കാദർബായിന് വീട്ടിൽ ചെന്നപ്പോ ഒന്നും കഴിക്കാൻ ഞാൻ ഓരെന്താ വിചാരിക്കുക, എനിക്ക് വേണ്ടിട്ടല്ലെന്ന്. അതുകൊണ്ട് അവിടുന്ന് കൊടുത്ത് ഒരു പണി, നല്ല കോഴി മുളിട്ടതും നെയ്ച്ചോറും. അല്ല, അന്ന് അവിടെ ഒന്നും കണ്ടില്ലല്ലോ. പിന്നെ അവിടെ ഞാൻ അവിടെ പോയിട്ട് നേരം കൊണ്ട് പോകുന്നതാ. നമ്മളെ മജീദിന്റെ 4 ഏക്കറുള്ള ബിൽഡിംഗ് ഇല്ലേ, അതൊരു ടീമിന് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഓല് വരുമ്പോ ഞാൻ ഇവിടെ നിക്കണം. ഓലിപ്പോ ഫോൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ, അന്നേരം എന്നെ കാണണേ. പിന്നെ ഈ കല്യാണം ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ഓല് രണ്ടാളും കൂടി ഇങ്ങനെ നിക്കുന്നത് കണ്ടപ്പോ എന്താ ഒരു കണ്ടില്ലേ, നിന്റെ കയ്യിലെ രോമം ഇങ്ങനെ പൊന്തി നിൽക്കുന്നു. കണ്ട് 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 അല്ല ഉസ്മാനെ, നമ്മൾ ആയമുട്ടിക്കാന്റെ മോളെ കല്യാണം ഉണ്ടാക്കി ഇയ്യനല്ലേ ഇനിയോ? അന്ന് എന്റെ രോമത്തിന് പകരം വേറെ ഇടക്കോ അതിന്റെ പൊന്തി നീനെ. ഓഹോ, എന്നാലേ ഞാൻ പോയിട്ട് വരാം. പോലെ പോലെ നമ്മക്ക് 1 2 പറഞ്ഞ് ഇവിടെ നിൽക്കാ. എനിക്കാണെങ്കിൽ ഓലെ വെയിറ്റ് ചെയ്യുമ്പോഴുള്ള ബോറടി മാറി കിട്ടുകയും ചെയ്യൂ, നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാലോ. എന്നാലേ നിങ്ങൾ 1 2 പറഞ്ഞ് അങ്ങനെ നിന്നോളി. അസ്സലാമു അലൈക്കും. എന്താണ് എന്റെ ഒക്കെ ഒരു കഥ? അല്ല, നീയല്ലേ നേരത്തെ ഇഷാ നിസ്കരിച്ച്? ഇത് ഇഷാഹല്ലക്ക. പിന്നെന്താ ഈ സമയത്തൊരു നിസ്കാരം? ഇത് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണിക്ക. ആദ്യ രാത്രിയിൽ അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീബിയും ഒരുമിച്ച് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
എന്തിനാ ആയിഷ നീ കരഞ്ഞേ? ഇക്ക, എനിക്ക് വേണ്ടി എൻ്റെ ഉപ്പ കഴിഞ്ഞ 1 വർഷമായി കഷ്ടപ്പെടുമ്പോഴും ഒരുപാട് പേരെന്നെ കണ്ട് ഒഴിവാക്കി പോയപ്പോഴും എനിക്ക് എൻ്റെ റബ്ബിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. എൻ്റെ പാപ്പയുടെ കണ്ണടയും മുമ്പ് എനിക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ എന്റെ പടച്ചോൻ എനിക്ക് വേണ്ടി കൊണ്ടുതരുമെന്ന് എന്റെ കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് പടച്ചോൻ നിങ്ങൾ എനിക്ക് തന്നത്. ഇങ്ങക്കും എന്റെ ഉപ്പാക്കും വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമാണിത്. എൻ്റെ ബാപ്പ പറഞ്ഞത് എത്ര സത്യം. ദീനുള്ള പെണ്ണ് കണ്ണിന് തന്നെ ഒരു കുളിർമയാണ്. പാവമാ വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് ദീനി ചിട്ടയോടെ വളർത്തിയ ഈ മകളെ എനിക്ക് തന്ന ആളോടാണല്ലോ ഞാൻ സ്ത്രീധനം ചോദിച്ചത്. പടച്ചവൻ എനിക്ക് തന്ന നിധിയാണ് നീ. ഇനി ഈ കണ്ണുകൾ ഒരിക്കലും നനയരുത്. ഹാജര് അവിടെ നിൽക്കുന്നേ. നിങ്ങളെങ്ങോട്ടാന്ന് ഇങ്ങനെ തിരക്കിട്ടിട്ട്? ഒന്നുമില്ല ഉസ്മാനെ, ഞാനൊന്ന് വെറുതെ നടക്കാനിറങ്ങി. ഞാനും അങ്ങനെ തന്നെ. വെറുതെ അങ്ങനെ നടക്കുന്നവരുണ്ടെങ്കിലേ ഓലപ്പുറം കൂട്ടം പറഞ്ഞ് നടക്കാലോ. അതേതായാലും നന്നായി. എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പരമാർത്ഥം. ഇപ്പോഴത്തെ ചെക്കന്മാര് പറയും പോലെ അതിനും കൊടുക്കൊരു ലൈക്ക്. അല്ല, എങ്ങനെയുണ്ട് ഇപ്പൊ പുതിയ മരുമോള്? മരോളല്ല, ഓൾ നമ്മളെ മോളെന്നാ. ആ അതന്നെ. എന്റെ മോനിക്ക് ഇത്രയും നല്ല ബന്ധം ഉണ്ടാക്കി തന്ന എന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവല്ലോ ഉസ്മാനെ. എന്റെ ആചാര്യ, നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ബന്ധങ്ങളൊക്കെ നല്ല ബന്ധങ്ങളല്ലേ? പിന്നെ എല്ലാരും നന്ദി ഏറ്റുവാങ്ങാനുള്ള ശേഷി ഈ ശരീരത്തിനില്ല. ഒന്നുമില്ല ഒന്നുമില്ല, നിങ്ങൾ വിട്ടോടി വിട്ടോടി. അല്ലാ, ഓ ഇന്ന സമ്മതിക്കണം കേട്ടോ. ഏ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അല്ല, ആയിഷമ്മോട് വന്നില്ല മോന്റെ കൂടെ? ഇല്ലപ്പാ. അല്ല, ഉമ്മയോടെ പോയി? ഓള് നബീസനോടെ പോയതാ. ഇപ്പൊ വരൂ. മോൻ വാ, കേറിയിരിക്കി. ഇല്ല, കയറുന്നില്ലപ്പാ. ഞാൻ ഉപ്പനോടൊരു കാര്യം ചോദിക്കാൻ വന്ന. എന്തേനി മോനെ? ഉപ്പ സത്യം പറയണം. ഈ സ്ത്രീധനത്തിനുള്ള പൈസ ഉപ്പ ആരോടാണ് കടം വാങ്ങിയത്? ഞാനൊന്നൊരു ബുദ്ധിമോശം കൊണ്ട് ചോദിച്ചതാ. അതൊക്കെ ഞാനിപ്പോ മടക്കി തരാൻ പോവാ. കാരണം 50 പവനേക്കാൾ വില മതിക്കുന്ന ഒന്നിനെയാണല്ലോ ബാപ്പ എനിക്ക് തന്നത്. അതിന് വില പേശിയാൽ പടച്ചവനോട് പൊറുക്കൂല. ആ പണമൊക്കെ എവിടുന്ന് കിട്ടിയെന്നാണോ മോനറിയണ്ടി? നിങ്ങൾ 50 പവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബ്രോക്കർ ഉസ്മാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിൽ തീ ആളിപ്പടരേ. ഈ കല്യാണം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മോക്കത് താൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒരു പാപ്പാൻ്റെ കടമയാണ് മകളെ നല്ലൊരാൾക്ക് കൈപിടിച്ച് കൊടുക്കാന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് പടച്ചോൻ എനിക്കൊരു വഴി കാണിച്ചു തന്നത്. ഈ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. തൽക്കാലം ഈ അത്രയും മനസ്സിലാക്കിയാൽ മതി. പേരെന്താന്നാ പറഞ്ഞത്? കാദർ. എന്റെ കാദർക്ക, നിങ്ങളിപ്പോ കിഡ്നി ഒന്നും വിൽക്കാൻ പോണ്ട. നിങ്ങളെ പടച്ചവനാണ് എന്നെ മുന്നിൽ കൊണ്ടെത്തിച്ചത്. പടച്ചവൻ എനിക്കിതുവരെ കുഞ്ഞുങ്ങളെ തന്നില്ല, പകരം ഒരുപാട് സമ്പത്ത് തന്നു. മക്കളെ ലഭിക്കാൻ ഇസ്തിഗ്ഫാറും ധാരാളം സദക്കയും കൊടുക്കണമെന്നല്ലേ പ്രവാചക വചനം. ഇൻഷാ അല്ലാ, ഇന്നു മുതൽ ആയിഷമോൾ നിങ്ങളുടെ മാത്രം ആളല്ല, എൻ്റെ കൂടി ആളാണ്. ആയിഷമോളെ എല്ലാ വിവാഹ ചെലവും ഞാൻ വഹിക്കാം. നിങ്ങളെപ്പോലൊരു വാപ്പയെ കിട്ടിയ അവൾ എത്ര ഭാഗ്യവതിയാണ്.
ഏയ്, കരയരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. നീണ്ട 16 വർഷമായി കാത്തിരിക്കുന്ന എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി. ഇനി മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയമല്ല. നിങ്ങളുടെ അല്ല, നമ്മളുടെ മകളുടെ ആയിഷമ്മളുടെ കല്യാണം നമുക്ക് ഗംഭീരാക്കണ്ടേ? എന്നോട് പൊറുക്കണം. എക്സ്ക്യൂസ് മീ, ഈ ഇക്ബാൽ ഡോക്ടറെ ഒന്ന് കാണണേ. അവിടേക്കാ? നേരെ പോയാൽ മതി. താങ്ക്സ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ, എന്തൊക്കെയുണ്ട് വയസ്സിലെ വിശേഷം? വിവാഹ ജീവിതമൊക്കെ എങ്ങനെ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നു. എന്താ ഈ വരവിൻ്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് എന്തെങ്കിലും? ഞാൻ വന്നത് നിങ്ങൾ ഉപ്പാക്ക് കൊടുത്ത സ്ത്രീധന സഹായം തിരിച്ചേൽപ്പിക്കാനാ. നിങ്ങളിത് സ്വീകരിക്കണം, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇല്ല ഫൈസൽ, ഇത് ഞാൻ വെറുമൊരു സ്ത്രീധനത്തുകയായി മാത്രമല്ല കണ്ടത്. ഒരു പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹമായ മകളുടെ കല്യാണം നടത്തി കൊടുക്കലാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ നിക്കാഹ് എന്ന സ്വപ്നം നടക്കാനുള്ള ഒരു സഹായമായി മാത്രമാണ് ഞാനതിനെ കണ്ടത്. അതിനു പകരമായി പടച്ചവൻ എനിക്ക് നൽകിയ സമ്മാനം എന്താണെന്നറിയോ ഫൈസലിന്? 16 വർഷമായി ഞങ്ങൾ നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകി. ഇന്നെൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ഫൈസലെ, ഈ കാണുന്നത് പോലെയല്ല ജീവിതം. അള്ളാഹു അങ്ങനെയാണ്. അവൻ്റെ തീരുമാനങ്ങളെന്നും നമുക്ക് നല്ലതേ വരുത്തൂ. അവൻ നമുക്ക് ഒരു സമയം കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷ വിടാതെ എന്നും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. സമയമാവുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ അവൻ നമ്മളിലേക്ക് എത്തിക്കും. എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് അവൻ. അല്ലാഹു അക്ബർ. അതുകൊണ്ട് ആ തുക ഉപ്പാനെ ഏൽപ്പിക്കുക. ഇനിയുള്ള കാലം ആ നല്ല മനുഷ്യൻ വിശ്രമിക്കട്ടെ. മോനിപ്പ ചെല്ല്, പ്രാർത്ഥിക്ക്, നമുക്കെല്ലാവർക്കും വേണ്ടി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അല്ല കബീറെ, അന്റെ കാര്യം ഇങ്ങനെയാണെ പോക്കാണല്ലോ. ഇന്നലെ ബന്ദ്, മിനിയാന്ന് ബന്ദ്, 4-ാം നാള് ബന്ദ്, ഇന്നും ബന്ദ്. ഇങ്ങനെയാണെങ്കിൽ ഈയൊക്കെ എങ്ങനെയാണോ വീട്ടിലേക്ക് അരി വാങ്ങുക? ഈയൊന്ന് തുറന്നിട്ട് വേണം എനിക്കൊരു ചായ കടം കുടിക്കാൻ വിചാരിച്ചാൽ വണ്ടി ഇവിടെ നിർത്തി. ആണോ? അത് ശരി. ഫൈസലോ, ഇന്ന് ഹർത്താലായിട്ട് ഈ എങ്ങോട്ടാ പോണ്? ഒന്നുമില്ല. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്നും ലീവാല്ലേ? അല്ല, എങ്ങനെ പോണ് കാര്യങ്ങൾ? കുഴപ്പമില്ല, അങ്ങനെ പോണ്. ഓ, അല്ല കബീറെ, ഈ ഒരു സംഗതി അറിഞ്ഞു? എന്തേനു? നമ്മളാ യൂസഫാജിന്റെ മോളുണ്ടല്ലോ, സജിന നട്ടം പറഞ്ഞൊരു പെണ്ണ്. ഓളേതോ ഒരു ബംഗാളി ചക്കന്റെ കൂടെ ഒളിച്ചോടി പോയി അറിഞ്ഞ കേട്ട്. പടച്ചോനെ, നേരോ? അല്ലാതെ ഞാൻ വെറുതെ പറയാ. ആ പെണ്ണിന്റെ നടത്തും ഫാഷനും കണ്ടാ തന്നെ അറിയാം. അതല്ല ഫൈസലേ, നീ അവളെ പെണ്ണ് കാണാൻ പോയില്ലേനോ? പടച്ചോൻ കാത്തട തന്നെ. ഏതായാലും ഓള് പോയി. സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രം തിരഞ്ഞുപിടിച്ചു കല്യാണം കഴിക്കുന്നവർ അറിയുന്നില്ല ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ ദീനാണെന്ന്. ദീനെന്നു പറഞ്ഞാൽ വെറും ഖുർആനോത്തും നിസ്കാരവും നോമ്പും മാത്രമല്ല. യഥാർത്ഥ ദീനെന്നു പറയുന്നത് സൽസ്വഭാവമാണ്. ഭർത്താവിനെ അനുസരിക്കുന്ന, അവനെ സന്തോഷപ്പെടുത്തുന്ന സൽസ്വഭാവം. ഖുർആൻ വചനം
എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷമാകുകയും ചെയ്യും. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല.